Hi dears, Devi Natural's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 7 ദിവസം കൊണ്ട് തന്നെ പെർമനന്റ് ആയിട്ട് നന്നായിട്ട് നിറം വെക്കാനും അതുപോലെ തന്നെ മുഖത്തിന് നന്നായിട്ട് തന്നെ തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് ട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പതിവായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിന്റെ കളർ കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്കിന്നിന് നന്നായിട്ട് തന്നെ തിളക്കം കിട്ടാനും അതുപോലെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ, മുഖക്കുരു, സൺ ടാൻ എല്ലാം തന്നെ നീങ്ങിയിട്ട് നന്നായിട്ട് തന്നെ ഗ്ലോയിങ് ഫേസ് ആയിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഈ ഒരു ഫേസ് പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇപ്പോൾ 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കടലമാവ് എടുക്കാം. ഗോതമ്പ് പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് തരുന്ന, നമ്മളെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചേഞ്ച് തരുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഗോതമ്പ് പൊടി. അപ്പോൾ 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളുടെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൽ അത് മഞ്ഞൾ കളർ പോകാനായിട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും, സ്റ്റെയിൻ വരും. അതുകൊണ്ട് നിങ്ങൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ തേനാണ് ചേർക്കുന്നത്. തേൻ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വൈറ്റ് ബൗളിലാവുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവ് പോലെ തോന്നിയിട്ടോ ഈ പൊടിയൊക്കെ ഇടുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ബ്ലാക്ക് ബൗളിലേക്ക് മാറ്റിയതാണ് നമ്മുടെ ഗോതമ്പ് പൊടിയും മഞ്ഞൾപ്പൊടി അതുപോലെ തേനൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ. ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് വല്ലാതെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അത് മിക്സ് ആക്കി എടുക്കുക. നല്ല ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരുപോലെ യൂസ് ആക്കാവുന്ന, ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഫേസ് പാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ 7 ദിവസം നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ വളരെ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ 7 ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ പാക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഇത് തേക്കുന്നതിന് മുൻപായിട്ട്, എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏത് പാക്ക് ഇടുന്നതിന് മുൻപായിട്ടും മുഖവും അതുപോലെ തന്നെ കഴുത്തൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. നന്നായിട്ട് ഫേസ് വാഷൊക്കെ ഉപയോഗിച്ചൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് കയ്യിൽ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്ക് ഇട്ടതിന് ശേഷം നല്ലൊരു മസാജും കൂടി കൊടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക ഫേസിലിട്ടതിന് ശേഷം. കാരണം അങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് തന്നെ അബ്സോർബായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മുടെ സ്കിന്നിനാണെങ്കിലും നല്ല ഗ്ലോ കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു മസാജ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സഹായിക്കും. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ നല്ല സർക്കുലർ മോഷനിൽ നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കഴുത്തിലിടുമ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നാലാണ് നമുക്ക് ഈ ഒരു പാക്കിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ ഇറങ്ങിയിട്ട് നമുക്ക് ആ ഒരു ഗുണങ്ങളൊക്കെ തന്നെ ശരിയായ രീതിയിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഇട്ടതിന് ശേഷം ഈ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ലൈവായിട്ട് തന്നെ. ഇപ്പോൾ പാക്ക് നല്ല പോലെ തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് കാര്യം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം.
ഇപ്പോൾ കൈ നന്നായിട്ട് തന്നെ കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കളറ്. ഇത് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് ഒന്ന് വാഷ് ചെയ്തപ്പോൾ തന്നെ കയ്യിലുണ്ടായിരുന്ന ഇരുണ്ട കളറ് സൺ ടാൻ ഒക്കെ തന്നെ മാറിയിട്ട് നന്നായിട്ട് തന്നെ സ്കിൻ കളറ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് തരുന്ന അടിപൊളി ഒരു പാക്കാണ് കേട്ടോ ഇത്. ഇപ്പോൾ എനിക്ക് ആ ഒരു ചേഞ്ച് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു വ്യത്യാസം ശരിക്കും അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിതൊന്ന് തുടച്ചും കൂടി കാണിച്ചു തരാം, അപ്പോൾ കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടില്ലേ, കൈ ശരിക്കും നല്ല തൂവെള്ള കളറായിട്ടുണ്ട് കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഫംഗ്ഷൻ പാർട്ടിക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇരിക്കും, ഫേസൊക്കെ നന്നായിട്ട് തന്നെ ഗ്ലോയിങ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നല്ല കളറും കിട്ടും മുഖത്തിനാണെന്നുണ്ടെങ്കിലും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിലും കാലിലും ഒക്കെ തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ പാക്ക് ഇട്ട കൈയും പാക്ക് ഇടാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. വളരെ നല്ല ഡിഫറൻസ് ആണുള്ളത്. ഞാൻ കണ്ടില്ലേ, പാക്ക് ഇടാത്ത കൈ ഭയങ്കര ഡാർക്ക്നെസ് ആണുള്ളത്, പക്ഷേ ഈ കയ്യിലുള്ള ടാനൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ വെളുത്തിട്ടുണ്ട്. കൈ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ തന്നെ സ്കിന്നിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇതേ രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇത് കയ്യിൽ അപ്ലൈ ചെയ്തു എന്ന് കരുതി ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല. തികച്ചും നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഫേസിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈ പാക്ക് നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ആൽമണ്ട് ഓയിലാണ് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കറ്റാർ വാഴയുടെ ജെല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി തേക്കുന്ന ക്രീം ഏതാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണ പിമ്പിൾസ് ഒന്നും വരില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് സ്കിന്നിൽ വരണം, നമ്മുടെ ഉള്ള കളറിനേക്കാൾ കുറച്ചുകൂടി കളറ് കൂട്ടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് 1-2 ദിവസം യൂസ് ചെയ്തിട്ട് നിർത്തരുത്. 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യുക. വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണിത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു പാക്ക് കൂടിയാണിത്. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല. ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്